എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ടവരെ, കേരള വികസന മാതൃകയുടെ ഒരു പുനർവായനയാണ് ഈ സെഷനിൽ നമ്മൾ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികൾ അല്പം കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു പ്രത്യേകതരം വികസന മാതൃക, അമർത്യാസെന്നൊക്കെ പല ആവർത്തി പ്രതിപാദിച്ചിട്ടുള്ള ഈ ഒരു വികസന മാതൃക കൺവെൻഷണൽ പോളിസികൾക്ക് വിരുദ്ധമായിട്ട് നടക്കുന്നതായി. ഞങ്ങളൊക്കെ ആദ്യ പാഠങ്ങളിൽ പഠിച്ചത് ആദ്യം സാമ്പത്തിക വളർച്ച കൈവരിക്കും, തുടർന്ന് സാമ്പത്തിക വികസനം ഉണ്ടാകുള്ളൂ. ആദ്യം വരുമാനത്തിൽ ഞങ്ങൾക്കൊരു നേട്ടമുണ്ടാകും, ഈ വരുമാനത്തിലുള്ള നിങ്ങളുടെ മുന്നേറ്റം പിന്നീട് ഘടനാപരമായും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. പക്ഷെ കേരളത്തിൽ യഥാർത്ഥത്തിൽ തിരിച്ചു സംഭവിച്ചിട്ടുള്ള ഒരു വികസന മാതൃകയാണ്. നമ്മൾ അതിനെ ഡെവലപ്മെന്റ് വിത്തൗട്ട് ഗ്രോത്ത് എന്ന് ഒരു കാലത്ത് വിളിച്ചിരുന്നു. ഇന്നൊരു പക്ഷേ തിരിച്ചു വിളിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇപ്പോ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ സൂചികകൾ പലതും മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ മുന്നോട്ട് തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കേരള വികസന മാതൃകൾക്കുള്ളിൽ തന്നെ നമ്മൾ പലതും ഒളിച്ചു വെച്ചു പോകാറുണ്ട്. കാരണം സ്റ്റാറ്റിക്സിലെ അധ്യാപകരൊക്കെ വിളിക്കാറുണ്ട് ഔട്ട്ലേസ് ഫ്രം ദി സെൻട്രൽ ടെൻഡൻസി. അതായത് വികസന മാതൃക കണ്ണടച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്കെങ്കിലും പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചില ആശങ്കകൾ പല കോണിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസും കേരള പ്ലാനിംഗ് ബോർഡ് കൂടി ചേർന്നുകൊണ്ട് കേരളത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതിൽ 3 ജനവിഭാഗങ്ങളെ, ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗം, ഷെഡ്യൂൾ ട്രൈബ്സ്, ഫിഷർ ഫോക്സ്, ഈ 3 വിഭാഗത്തെ കൃത്യമായിട്ട് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഔട്ട്ലേസ് ഫ്രം ദി കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നാണ്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള, നമ്മൾ സാധാരണ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്നും ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ, എല്ലാ വിഭാഗത്തെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വികസന മാതൃകയല്ല കേരള വികസന മാതൃക എന്ന് നമ്മൾ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അല്പസ്വല്പം കോൺട്രവേഴ്സി ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമ്മൾ ഇതിന്റെ ഒരു റോസി പിക്ചറിനെ, അതായത് നല്ല ഭാഗങ്ങളെ വീണ്ടും ചർച്ച ചെയ്യാന്നുള്ളതിൽ ഉപരിയായിട്ട് നമ്മൾ ഇനിയും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരുപാട് ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ഈ കേരള വികസന മാതൃകക്കുണ്ട്. അതിലേക്കുള്ള ഒരു വെളിച്ചമായിരിക്കട്ടെ ഈ സെഷൻ എന്ന് ആഗ്രഹിക്കുകയാണ്, താല്പര്യപ്പെടുകയാണ്. വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ചർച്ചയുടെ ഒരു ആമുഖം എന്നോളം ഒരു തുടക്കം കുറിക്കുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇനി തുടർന്നുള്ള ചർച്ച നയിക്കാൻ വേണ്ടി സണ്ണി സാറിനെ ക്ഷണിക്കുകയാണ്. 1993 ആണെന്ന് തോന്നുന്നു EMS നമ്പൂതിരിപ്പാട് കേരള മോഡൽ ഒരു പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. അതേ തുടർന്നാണ് മലയാളികൾ ആ വഴിക്ക് ആലോചിച്ച് തുടങ്ങുന്നത്. അതിനർത്ഥം EMS ആണ് ഇത് കണ്ടുപിടിച്ചത് എന്നല്ല. 1980കളുടെ തുടക്കത്തിൽ തന്നെ കൃഷ്ണാജി എന്ന് പറയുന്ന അക്കാഡമീഷ്യൻ ഈ ഡെവലപ്മെൻറ്റിൻ്റെ പരിമിതി ചൂണ്ടിക്കാണിക്കുന്നു. 1970 മുതൽ തന്നെ കേരള മോഡൽ വികസനം പുറന്തള്ളിയ വിഭാഗങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നത് കേരളം ഏറ്റെടുത്തത് EMS പറഞ്ഞതിന് ശേഷം മാത്രമാണെന്നേ ഉള്ളൂ. അതിനുശേഷം ഇതേക്കുറിച്ച് 93, ഇപ്പം എത്ര വർഷമായെന്ന് ഓർക്കണം, 35 വർഷം ഇപ്പോഴും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നൊരു കാര്യം. ഇത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് ഇതിൻ്റെ യഥാർത്ഥ സംഗതികൾ മനസ്സിലാക്കുന്നതിൽ നമുക്കെന്തോ വിസമ്മതമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സമയം വളരെ പരിമിതമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല, കിട്ടാതെ പോയവരുടെ പ്രതിഷേധവുമല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. മലയാളി സമൂഹം വിചാരിക്കുന്നത് ഒരു കേരള മോഡൽ ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ട് എന്നാണ്. ആ കേരള മോഡൽ ഡെവലപ്മെൻറ്റാണ് മലയാളിക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കിയത്. ആ കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാന പ്രകൃതം നമുക്ക് അടിസ്ഥാനപരമായ കാർഷിക വ്യാവസായിക വളർച്ചയില്ലാതെ തന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസിനൊപ്പം നമ്മുടെ സാമൂഹിക നില എന്ന് പറഞ്ഞാൽ ശിശുമരണങ്ങളുടെ കുറവ്, നമുക്ക് ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ശുചിത്വം തുടങ്ങിയുള്ള നിലകളിൽ നമ്മൾ വളരെ വലിയ മുന്നേറ്റം നടത്തി. ഇതാണ് വാദത്തിൻ്റെ ചുരുക്കം. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ എങ്ങനെയാണ് ശുചിത്വമുള്ളൊരു ജനതയായി മാറിയത്?
എങ്ങനെയാണ് വിദ്യാഭ്യാസമുള്ള ഒരു ജനതയായി മാറിയത്, എങ്ങനെയാണ് നമ്മൾ ആയുർദൈർഘ്യം ഉണ്ടായി വന്നത് എന്നതിൻ്റെ ഹിസ്റ്റോറിസിറ്റി പരിശോധിക്കാതിരിക്കുകയും 70-ൽ നടന്ന ഭൂപരിഷ്കരണമാണ് ഇതെല്ലാം നിർമ്മിച്ചെടുത്തത് എന്ന വ്യാജ്യമായ തികച്ചും ചരിത്രവിരുദ്ധമായൊരു കഥയാണ് കേരള ഡെവലപ്മെന്റ് മോഡൽ എന്ന കഥ. ഇത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വെറുതെ തർക്കിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ കാർഷിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ വിതരണം നടന്നത്. ഭൂമിയുടെ വിതരണം ആർക്കൊക്കെ കിട്ടി ആർക്കൊക്കെ കിട്ടിയില്ല എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ഭൂവിതരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ദാർശനികമായ അനലിറ്റിക്കലായ കാഴ്ചപ്പാടെന്തായിരുന്നു? കേരളത്തിലെ കാർഷിക മേഖലയുടെ കേന്ദ്ര വൈരുദ്ധ്യം ജന്മിയും കുടിയാനും തമ്മിലാണെന്ന് തിയററ്റിക്കലി സ്ഥാപിക്കപ്പെട്ടൊരു സ്ഥലമാണ് കേരളം. അത് വർഗയുക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അനലൈസ് ചെയ്ത് അവിടെ എത്തിയിട്ടുള്ളത്. കുടിയാനും ജന്മിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഫ്യൂഡൽ കാലഘട്ടത്തിലെ പ്രധാന വൈരുദ്ധ്യമെന്ന് കണ്ടെത്തിയ ഒരു സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ജന്മിയുടെ ഭൂമി കുടിയാന് വിതരണം ചെയ്യുക. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാം. കാർഷിക സമ്പദ്ഘടന അടുത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ ജന്മിയോ കുടിയാനോ ഭൂമിയിൽ പണിയെടുത്തിരുന്നില്ലെന്നും പണിയെടുത്ത വിഭാഗങ്ങൾ അടിമകളായ ജാതിക്കൂട്ടങ്ങളായിരുന്നു എന്നും നമുക്ക് കാണാൻ പറ്റും. ഇവർ തൊഴിലെടുക്കാനുള്ള താല്പര്യം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. ഇവർ അടിമകളായിരുന്നു, വിറ്റ് വിലവാങ്ങിപ്പോയ അടിമകൾ. ഈ അടിമ സമൂഹം ഒരിക്കലും നമ്മുടെ കാർഷിക അനാലിസിസിൽ കടന്നു വന്നില്ല. കടന്നു വരാത്തിടത്തോളം ഇവർക്ക് ഭൂമി കിട്ടിയല്ല. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അവർക്ക് ഭൂമി കിട്ടില്ല. അപ്പൊ ഇവർ യഥാർത്ഥത്തിൽ പണിയെടുത്തവർ ഒരു നിശ്ചല തടാകമായി കാർഷിക മേഖലയുടെ അടിത്തട്ടിൽ അടിമകളായി ജീവിക്കുകയായിരുന്നു നമ്മൾ കാണണം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ചെറിയൊരു ആധുനികവൽക്കരണത്തിന് മുൻപുള്ള കേരളത്തിലെ സമ്പദ്ഘടനയുടെ ആണിക്കല്ലെന്ന് പറയുന്നത് അടിമകളുടെ അധ്വാനമായിരുന്നുവെന്ന് ഏതെങ്കിലും മാർക്സിസ്റ്റ് പണ്ഡിതർ കേരളത്തിൽ സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചാൽ അവരുടെ മാർക്സിസം തകരുവോടെ. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് കാർഷിക മേഖലയിൽ പണിയെടുത്ത അടിമകളെ കൺസിഡർ ചെയ്യാതെയുള്ള കാർഷിക മേഖലയെ സംബന്ധിച്ച നമ്മുടെ ഭാവനകളാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ദളിതരെയും ആദിവാസികളെയും മത്സ്യത്തൊഴിലാളികളെയും പുറന്തള്ളിയത് എന്ന് നമ്മൾ കാണണം. അത് നമ്മൾ തിരുത്തണം. ഇതല്ല കേരളത്തിലെ കാർഷിക സമ്പദ്ഘടന എന്ന് നമ്മൾ പറയണം. അപ്പൊ നമുക്ക് തിരുത്താൻ പറ്റും, ഇവർക്ക് ഭൂമി കൊടുക്കാൻ പറ്റും, കേരളം നന്നാകും, നല്ല മനുഷ്യരും ഉണ്ടാവും. അതിന്റെ കാര്യം ഒന്നാമത്തെ. രണ്ടാമതൊരു സംഗതി, നമ്മൾ ഈ ഏങ്കോടിപ്പുള്ള കേരളത്തിലെ സാമ്പത്തിക ശാസ്ത്ര, ഞാൻ അക്കാഡമിയിൽ നിന്ന് വരുന്ന ആളല്ല. അപ്പോൾ കേരളത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാം കേരളത്തിൽ വിദ്യാഭ്യാസം ഒരു വഴി ഇങ്ങനെ മുന്നോട്ട് പോവുക, വ്യവസായം വളരുന്നില്ല, സേവന മേഖല വലുതാവുക, വലിയ ഒത്തിരി ആശുപത്രികൾ, ഇതെല്ലാം കണ്ട് ഇവർ ഞെട്ടി വിറയ്ക്കുക. ഇവരെന്തിനാ ഞെട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതെ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സവിശേഷമായൊരു ചരിത്രമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഒരു ഭരണാധികാരി, ഇന്ന് നമ്മൾ പറയുന്ന ഒരു ഭരണാധികാരിയും ഒരു ജനാധിപത്യ ഗവൺമെന്റും ഉണ്ടാക്കിയതല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം. അതിന് മറ്റൊരു ഹിസ്റ്ററിയാണ്. ആ ഹിസ്റ്ററി പിടിച്ചാൽ നമുക്ക് പിടികിട്ടും ഇതെന്താ സംഭവിക്കുന്നത്. അപ്പൊ കേരളത്തിൽ കൊളോണിയൽ കാലഘട്ടത്തിലെ മിഷണറി പ്രവർത്തനത്തിലൂടെയൊക്കെ രൂപപ്പെട്ടു വന്ന കേരളത്തിലെ ട്രഡീഷണൽ കാസ്റ്റുകൾ എന്നു മുതലാണ് കലാലയം തുടങ്ങിയത്. നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട്? കൗതുകത്തിനെങ്കിലും കേരളത്തിലെ ട്രഡീഷണൽ കാസ്റ്റ്, ബ്രാഹ്മിൺ, നായർ, പുലയ, SNDP, ഈ പറഞ്ഞ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ ട്രഡീഷണൽ വിഭാഗങ്ങൾ എന്നാണ് ഒരു പള്ളിക്കൂടം ഉണ്ടാക്കിയത്? നമുക്ക് കൗതുകം പോലും തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ 89% കൈവശം വെച്ചിരിക്കുന്നത് ഞാനീ പറഞ്ഞ വിഭാഗങ്ങളാണ്. ഗവൺമെന്റ് ഈസ് എ ജൂനിയർ പാർട്ട്ണർ. അപ്പോ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിലെ, എന്നാൽ എല്ലാവരും വിദ്യാഭ്യാസം ജയിച്ചേക്കാന്ന് വിചാരിച്ച് മിഷണറിമാർ വന്നല്ല, ബൈബിളും കൂടി വായിച്ചോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് വിദ്യാഭ്യാസം ചെയ്തത്. അങ്ങനെ ആത്മാക്കളെ രക്ഷിക്കാൻ വന്നവർക്ക് ഈ ആത്മാവില്ലാത്ത മനുഷ്യരെ കണ്ടതോടെ പള്ളിക്കൂടം തുടങ്ങുമായിരുന്നു. ആദ്യം അവർക്ക് ആത്മാവ് ഉണ്ടാക്കിയിട്ട് വേണം അവരെ മോചിപ്പിക്കാൻ. അതുകൊണ്ട് ആദ്യം പള്ളിക്കൂടം തുടങ്ങി.
അപ്പോൾ പഠിച്ചവർ കുറച്ച് പേര് ബൈബിൾ അല്ലാത്തതും വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സാക്ഷരത, ജ്ഞാനം, ആധുനിക ജ്ഞാനം ഒക്കെ ഉണ്ടായത്. അതല്ലാതെ ഈ കേരളത്തിലെ ട്രഡീഷണൽ കാസ്റ്റ് അല്ല അതുണ്ടാക്കിയത്. നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. തെളിവുകൾ നമ്മുടെ മുന്നിൽ. നമ്മൾ ആ ദിശയിൽ അന്വേഷിക്കാത്തത് കൊണ്ടാണ്. മാത്രവുമല്ല, വിദ്യാഭ്യാസത്തെ നമ്മൾ മനസ്സിലാക്കിയത് മക്കളെല്ലാം പഠിച്ച് പണ്ഡിതരായിക്കോട്ടെ എന്ന് വിചാരിച്ചല്ല കേട്ടോ. തെറ്റിദ്ധരിക്കരുത്. അതിനെ ഡിഗ്നിറ്റിയുമായി ബന്ധിപ്പിച്ചിട്ടാണ് സമൂഹം കണ്ടിരുന്നത്. വിദ്യയുള്ളവന് സമൂഹം അംഗീകാരം കൊടുക്കുന്നു എന്നതാണ് പ്രചോദിപ്പിച്ചൊരു കാര്യം. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ, മോനെ നീ കച്ചവടം നടത്തി ഞാൻ ഗൾഫിന് പോകണമെന്ന് 80-ൽ പ്രീ ഡിഗ്രിയൊക്കെ തോറ്റ് നാട്ടിലെത്തുമ്പോൾ അമ്മയോട് പറഞ്ഞു ഗൾഫിൽ പോകണം, പൈസ ഉണ്ടാക്കണം. അപ്പം അമ്മ എന്നോട് പറയുന്നൊരു മറുപടിയാണ്, നീ ഗൾഫിൽ പോയോ അമേരിക്കയിലോ പോയോ പൈസ ഉണ്ടെങ്കിൽ കാര്യമില്ല, നീ സർക്കാരിൻ്റെ 1 രൂപ ഒപ്പിട്ട് വാങ്ങണം, അതിനാണ് അന്തസ്സെന്ന്. ഈ സ്ത്രീ പള്ളിക്കൂടത്തിൽ പോകാത്ത എൻ്റെ അമ്മ എങ്ങനെയാണ് ഈ അന്തസ്സും വിദ്യാഭ്യാസം തമ്മിലുള്ള കാര്യം പഠിച്ചത്? എൻ്റെ ഒരമ്മയുടെ കാര്യമല്ല, കേരളത്തിലെ മുഴുവൻ അമ്മമാരും അങ്ങനെ ചിന്തിച്ചാണ് ഈ പള്ളിക്കൂടത്തിൽ നമ്മൾ പോകാൻ തുടങ്ങിയത്. അയ്യൻകാളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ആഗ്രഹം? 10 BA വേണമെന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് 10 കലപ്പ എഴുതുന്നവർ വേണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, BA പഠിക്കാൻ പോകുന്നതേ പിറ്റേ ദിവസം കണ്ടത്തിലിറങ്ങാനല്ല, കണ്ടത്തിലേക്ക് ഞങ്ങൾ വരികയില്ലെന്നായി പറയുന്ന കാര്യം. ഇങ്ങനെ ഒരു ഡിഗ്നിറ്റിയുടെ ഒരു ഫ്ലറിഷ്മെന്റ് ആണ് വിദ്യാഭ്യാസത്തെ വ്യാപകമാക്കിയത്. അയ്യങ്കാളി യുദ്ധം ചെയ്തതില്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി, സൗകര്യം കിട്ടുമ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചാൽ പോരെ. അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല, ഡിഗ്നിറ്റിക്ക് വേണ്ടിയുള്ള യുദ്ധം. അതുകൊണ്ടാണ് അതിന് കൈയൊഴിയാൻ കഴിയാവുന്നത്. മൂന്നാമതൊരു പോയിന്റ് കൂടി, സമയം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഒരു പോയിന്റ് കൂടി പറയാണ്. കേരളം രക്ഷപ്പെട്ടത് കേരള മോഡൽ ഡെവലപ്മെന്റ് കൊണ്ടല്ല. കേരളം രക്ഷപ്പെട്ട കേരളത്തിലെ ഈ ദളിതർക്കും ആദിവാസികൾക്കും ഒക്കെ ഒരു ചെറിയ നല്ല വസ്ത്രം ധരിക്കാനും 10 പേര് നിൽക്കുന്നവർക്ക് വർത്തമാനം പറയാനും ഒക്കെ അവരെ പ്രാപ്തമാക്കിയത് റിസർവേഷനാണ്. കേരളത്തിൽ നടന്ന ഒരു വിപ്ലവമല്ല, ഞാൻ തറപ്പിച്ച് പറയുമോ, മറിച്ച് റിസർവേഷനിലൂടെ ഒരു ജോലി കിട്ടി, വിദ്യാഭ്യാസം കിട്ടി പുറത്തു വന്നവരാണ് മനുഷ്യൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തുടങ്ങിയത്. നമ്മൾ മനസ്സിലാക്കണം, മലയാളി സമൂഹം എങ്ങനെ അതിജീവിച്ചത് കേരള മോഡലിൻ്റെ ഗുണഫലങ്ങൾ കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുക. 69 മുതൽ 79 വരെ കാർഷിക മേഖലയുടെ വളർച്ചയുടെ കണക്ക് നമുക്ക് ലഭ്യമാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. മുഴുവൻ ധാന്യവിള കൃഷിയും തകർന്നു പോവുകയും നാണ്യവിള മെച്ചപ്പെടുകയും ഒരു ചരിത്രം നിങ്ങൾക്ക് കൃത്യമായി കാണാം. ഇതെങ്ങനെ ഉണ്ടാവുന്നു? അത് കാർഷിക മേഖലയിൽ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കുന്നവരിലേക്കല്ല ഭൂമിയുടെ ഉടമസ്ഥത പോകുന്നത്. അവർ കാർഷിക മേഖല ഡിപ്പെൻഡ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മലയാളികൾ രക്ഷപ്പെട്ടത് 40 മുതൽ 60 വരെ നടക്കുന്ന ആഭ്യന്തര കുടിയേറ്റം എന്ന് വിളിക്കാവുന്ന ഈ മലബാറിലേക്കും കണ്ണൂരിൻ്റെ കിഴക്കൻ പ്രദേശത്തേക്കും ഈ ഇടുക്കിയിലേക്കൊക്കെ മനുഷ്യർ കടന്നു ചെന്ന് കാട് വെട്ടിത്തെളിച്ച് കൃഷിഭൂമി ഉണ്ടാക്കി കൃഷി ചെയ്ത്, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ 60കളിലും 70കളിലും ഒക്കെ മലയാളി സമൂഹം വികസിച്ചത്. ഈ അറബിക്കടലിൽ നീന്തിക്കേറി ഗൾഫിൽ പോയി, പത്താമേരിയിൽ പോയി അകലെ ഇട്ടിട്ട് നീന്തിക്കേറി പോയ മനുഷ്യരുണ്ട് ഈ മലബാറിൽ. എന്ന് പറഞ്ഞാൽ മൈഗ്രേഷനാണ്. 1960-ൽ സ്വന്തം കുട്ടികളെ ഒറ്റയ്ക്ക് ബോംബെക്ക് വിട്ട സ്ഥലമാണ് എൻ്റെ നാട് തിരുവിതാംകൂർ. ഒറ്റയ്ക്ക് പെൺകുട്ടികളെ. ഇവിടുത്തെ ഈ കാസ്റ്റ് പാട്രിയാർക്കിക്ക് ആലോചിക്കാൻ പറ്റാത്ത കാലത്ത് ക്രിസ്ത്യാനികൾ സ്വന്തം കുട്ടികളെ ഒറ്റയ്ക്ക് പറഞ്ഞു. അവരവിടെ ചെന്ന് ജോലി ചെയ്തു. പിന്നെ അടുത്തത് ഗൾഫായി, പിന്നെ അമേരിക്കയായി, യൂറോപ്പായി, ഓസ്ട്രേലിയയായി. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ മലയാളി സമൂഹം സമ്പന്നമാകുന്നത്. കേരളത്തിൽ നടന്ന ഒരു വിപ്ലവത്തിൽ നിന്നും ഉണ്ടായതല്ല ആ അധിക മിച്ചം എന്ന് പറയും. അല്ലെ പറയട്ടെ, ഇന്ന വിപ്ലവം നടത്തി അധിക മിച്ചം ഉണ്ടാക്കി, കാർഷിക മേഖലയിൽ ഇന്നത് ചെയ്തു, ഇന്ന മിച്ചമുണ്ടാക്കി എന്ന് പറഞ്ഞു. അത് പറയാൻ നമുക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മുടെ ഈ കേരള മോഡൽ വികസനത്തിൻ്റെ ഏങ്കോണിപ്പല്ലത് ഈ വിദ്യാഭ്യാസം കടന്നു വന്ന വഴി ഇതാണ്. ആരോഗ്യം. വിനിൽ പോളിൻ്റെ ഒരു ലേഖനത്തിൽ വള്ളത്തേലുള്ള ഡിസ്പെൻസറിയെ കുറിച്ച് പറയുന്നുണ്ട്. കുട്ടനാട്ടിൽ വള്ളത്തിലാണ് ഡിസ്പെൻസറി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒത്തിരി ആശുപത്രി ഉണ്ടാകുന്ന നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കരുത്. അതിൻ്റെ അർത്ഥം നമ്മൾ മഹാരോഗികളാണെന്നാണ് എൻ്റെ അർത്ഥം.
സ്പെഷ്യലൈസേഷൻ ആശുപത്രി വേറെ സംഭവം. എന്തെങ്കിലും വലിയ ആക്സിഡന്റ് ഉണ്ടായാൽ പെട്ടെന്ന് കൈകാര്യം. ഇതങ്ങനെ അല്ലല്ലോ, നൂറുകണക്കിന് ആശുപത്രികളാണ്. അതൊരു വികസന മാനദണ്ഡമല്ല. അവരല്ല നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കുന്നത്, നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. മൂന്നാമത് ശുചിത്വമാണ്. മലയാളിക്ക് ശുചിത്വമുണ്ട്. അതെവിടെ നിന്നാണ് വന്നത്? ഈ മോഡലിൽ നിന്ന് വന്നതാണ്. 57 ശേഷം വന്നൊരു കാര്യമാണ്, 40 ശേഷം വന്ന കാര്യമാണ്. ദേശീയ പ്രസ്ഥാനം ഉണ്ടായതിനു ശേഷം വന്നതാണ് ശുചിത്വം. നിങ്ങളിപ്പോഴും തെലങ്കാനയുടെ ഉൾനാടൻ ഗ്രാമങ്ങൾ സഞ്ചരിക്കും, പോത്തും പന്നിയും കുട്ടികളും ഒരുമിച്ച് കുളിക്കുന്ന കുളപ്പോഴും കാണാൻ പറ്റും. കേരളത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം കേരള മോഡലല്ല. പൊയ്കയിലപ്പച്ചനെ പോലെയുള്ള നവോത്ഥാന മനുഷ്യരാണ് കേരളത്തെ വൃത്തി എന്താണെന്ന് പഠിപ്പിച്ചത്. അടിമക്കൂട്ടങ്ങളെ കുളിപ്പിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് തെരുവിലേക്ക് കൊണ്ടുവന്ന എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവിനെയും ശരീരത്തെയും പരിഷ്കരിച്ച വിശാലമായ മനുഷ്യ ദർശനമുള്ള മനുഷ്യരിവിടെ ഉണ്ട്. നമ്മൾ അവരെ കാണുന്നില്ല. നമുക്കെല്ലാം വൃത്തിയാണോ? എന്ത് വൃത്തി? അയലോക്കാരൻ്റെ പറമ്പിലേക്ക് ഉച്ഛിഷ്ടം വലിച്ചെറിയുന്നതാണല്ലോ മലയാളിയുടെ ഏറ്റവും വലിയ വൃത്തി. ഞാൻ പറയും, നമ്മുടെ വൃത്തി പോലും, നമ്മുടെ വിദ്യാഭ്യാസവും നമ്മളുടെ സാംസ്കാരികമായ പൊള്ളത്തരങ്ങളും ഒക്കെ അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അത് നമ്മൾ പരിശോധിക്കാതെ ഇതാണ് കേരള ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറയുന്നതിലാണ് ഒരു പശ കിടക്കുന്നത്. അതല്ല, കേരള മോഡൽ ഡെവലപ്മെന്റ് ഓൾറെഡി തകർന്നു പോയൊരു കാര്യമാണ്. അത് കെട്ടിപ്പൊക്കിയ സൗധങ്ങളെല്ലാം തകരുകയാണ്. ഇപ്പൊ ഈ കോളേജ്, ആർട്സ് കോളേജ്, പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ അകത്ത് പരിശോധിച്ചാൽ ഇറ്റ് ഈസ് എ ഗെറ്റോ. ഇതൊരു കോളനിയാണ്. ഇവിടെ പഠിക്കുന്നവരാരും ലോകത്തിന്റെ നിറകിലേക്ക് പോകില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നയമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ PhD-കാരാവാം, നിങ്ങൾ പഠിക്കുന്നവരാവാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും പുറത്തു പോകാതിരിക്കുന്ന വിധമുള്ള ഗെറ്റോ നിർമ്മാണമാണ് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക. ഒരു പ്രധാന കാര്യം ഈ പുനർനിർവചനങ്ങളാണ്. റീഡിഫൈനിങ്. ഈ റീഡിഫൈനിങ്ങിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ്. റീഡിഫൈനിങ് വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് കേൾക്കുന്നവർക്ക് തോന്നുള്ളൂ. എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവർ പഴയതിൽ രമിച്ച് ജീവിക്കുന്നത് കൊണ്ട് പുതിയതൊന്നും അവർക്ക് കേൾക്കണ്ട. കേരളം ഇപ്പോഴും സുന്ദരമായി ജീവിക്കുകയാണെന്ന് നമുക്ക് വെറുതെ സ്വപ്നം കാണാം, പറയാം. എപ്പോൾ വേണേലും തകർന്നു പോകാവുന്ന ആരോഗ്യം. ഇന്ന് സാധാരണ ഒരു മനുഷ്യന് കേരളത്തെ ചികിത്സിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കേരളം വളരുന്നത്. നമ്മളെന്താ മനസ്സിലാകാത്തത്? നമുക്കെന്താ ഇത് പിടികിട്ടാത്തത്? സർക്കാർ സ്കൂളുകൾ എത്ര എണ്ണം അടച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ മന്ത്രി 3 മാസമായിട്ട് നിയമസഭയിൽ പറയുന്ന മറുപടി കണക്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്ര മാത്രം കണക്കെടുക്കാണല്ലോ. ഇത് പറയണ്ടേ? 28 എണ്ണം പൂട്ടിപ്പോയെന്ന്, അല്ലെ 52 എണ്ണം പൂട്ടിപ്പോയെന്ന് പറയണ്ടേ? പൂട്ടുന്നുണ്ടെന്നേ, അതാ സത്യം. അപ്പൊ നമ്മളൊരു മിഥ്യക്കകത്താണ് നിൽക്കുന്നത്. ആ മിഥ്യയെ പൊലിപ്പിക്കുന്നതാണ് കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ വളരെ വലിയ സാധ്യതകൾ. ആ സാധ്യത ഇല്ലെന്ന് EMS തന്നെ അന്ന് പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. ഇന്ന് കേരളം നേരിടുന്ന പ്രതിസന്ധിയുടെ, സാമ്പത്തിക പ്രതിസന്ധിയുടെ വേരുകൾ കിടക്കുന്നത് കേരള മോഡൽ ഡെവലപ്മെന്റിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കേരളം അസാധ്യമായൊരു സാമ്പത്തിക തകർച്ചയില്ല. നമ്മൾ വിചാരിക്കുന്നത് ലളിതമല്ലത്, ലളിതമല്ല. അപ്പൊ ഈ റീഡിഫൈനിങ്ങിന്റെയും റീഇമാജിനേഷന്റെയും കാലത്ത് അതിനെ പ്രതിരോധിക്കുന്നവർ ഭൂതകാലത്തിൽ എവിടെയോ സ്തംഭിച്ചു പോയ മനുഷ്യരാണ്. 70കളിൽ ജീവിക്കാവർക്ക്, പക്ഷെ 2026 ജീവിക്കാൻ പറ്റില്ല. ജീവിച്ച് അവർക്ക് തോന്നുന്നൊരു കാര്യം, പുതിയ തലമുറ പൊളിറ്റിക്കലല്ല, പുതിയ തലമുറ അനുസരണയില്ല, പുതിയ തലമുറ ശരിയല്ല. ഇതിങ്ങനെ തോന്നുക. അപ്പൊ പ്രേമിക്കുന്ന കാമുകൻ കാമുകയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊന്നുകളയും. ഇനി കൊല്ലണ്ടെന്ന് വിചാരിക്കുന്ന കാമുകയും കാമുകനും ബസ് സ്റ്റോപ്പിൽ സംസാരിച്ചിരുന്ന നാട്ടുകാരെ വരെ കൊല്ലുക. എത്ര പ്രാകൃതമായൊരു സ്ഥലമാണ് കേരളം നമ്മൾ അറിയേണ്ടത്. എന്നിട്ട് ഇത് വലിയ ആനക്കാര്യമാണ്. ഞങ്ങളെന്തോ പുരോഗമനകാരികളാണ്, ഞങ്ങൾ വിപ്ലവകാരികളാണ്, ഞങ്ങളിവിടെ വിപ്ലവം നടത്തുമെന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളുണ്ട് നമുക്ക്. മുതിർന്നവരാരും അങ്ങനെ വിചാരിക്കുന്നില്ല, കാരണം അവർക്കറിയാൻ നടക്കില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്നൊരു കാര്യം, കേരള മോഡൽ ഡെവലപ്മെന്റ് ഇസ് നോട്ട് എ മോഡൽ നൗ. ആദ്യഘട്ടത്തിൽ അങ്ങനെ പ്രചരിപ്പിച്ചുറപ്പിച്ചു, അതിപ്പോൾ അതല്ല. 2, കേരളം ഇന്ന് നേരിടുന്ന സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക പ്രതിസന്ധിയുടെ വേരുകൾ ഈ കേരള മോഡൽ ഡെവലപ്മെന്റിലാണ് കിടക്കുന്നത്. കേരളത്തിലെ ആധുനിക ഭരണകൂടം സൃഷ്ടിച്ച പ്രതിസന്ധികളിലാണ് നമ്മൾ അതിനെ തേടേണ്ടത്. കേരളത്തിൽ കൃഷി നടക്കാത്തത്
വെള്ളമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരുള്ള സ്ഥലമാണ് കേരളം. 44 നദികൾ ഒഴുകുന്ന കേരളത്തിൽ 2 ശുദ്ധജല തടാകങ്ങളും അനേകായിരം കുളങ്ങളും എവിടെ കുഴിച്ചാലും വെള്ളവും കിട്ടുന്ന കേരളത്തിൽ ഇത് ഇല്ലാത്തത്, കൃഷി നടക്കാത്തത് വെള്ളമില്ലാത്തതുകൊണ്ടാണെന്ന് പറയണമെങ്കിൽ അവരുടെ കൗശലം നമ്മൾ വലിയ ആൾക്കാരാണ്, അവരുടെ കൗശലം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഉടനെ കല്ലട പദ്ധതി 21 കോടി രൂപ തീർന്നപ്പം 265 കോടി രൂപ. എങ്ങനെയുണ്ട്? ഇവിടെ നടക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. 21 കോടി രൂപയ്ക്ക് ഒരു പദ്ധതി തീർക്കുമെന്ന് പറഞ്ഞിട്ട് 265 കോടി രൂപ കേരള മോഡലാണെന്നാണ് പറയുന്നത്. ഈ മോഡൽ വേണ്ട എന്ന് നമുക്ക് പറയണം, പറഞ്ഞേ പറ്റും. അതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഇനി തിരിച്ചും മറിച്ചും ആലോചിച്ച് നമ്മൾ വെറുതെ സമയം കളയേണ്ടതില്ല. നമ്മൾ പുതിയ സാധ്യതകൾ അന്വേഷിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഈ പറയുന്ന സംഗതികൾ ദളിതരുടെ ആളായിട്ടാണ് എല്ലാവരും അങ്ങനെ കാണുക. രാവിലെ ഗോപാൽ ഗുരുവിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ചിലരെ നമ്മളങ്ങനെ മാർക്ക് ചെയ്ത് പോകും, ഒരു ദളിതരുടെ ആളാണ്. ദളിതരുടെ കാര്യമൊന്നുമല്ല, കേരളത്തിൻ്റെ കാര്യമായി പറഞ്ഞത്. അപ്പോൾ ദളിത് ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നത് സവിശേഷമായ ഒരു സാഹചര്യത്തിലും ഒരു കോണ്ടസ്റ്റിലും മാത്രമാണ്. ദളിത് ക്വസ്റ്റ്യൻ അല്ലത്. ഞങ്ങൾക്ക് ഭൂമി കിട്ടിയില്ല, അതെങ്ങനെയെങ്കിലും തരണം എന്നല്ല ഈ പറയുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ തന്നെ അടിസ്ഥാനപരമായി തകരാറാണ്. അതൊരു സമ്പദ്ഘടനയെ തകർക്കുന്നതും ഈ പുതിയ തലമുറയെ അനാഥമാക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് അത് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി അവിടെ കൂടി സ്റ്റാഗ്നൻ്റ് ആയാൽ, അമേരിക്കയിൽ യൂറോപ്പിലും സ്റ്റാഗ്നൻ്റ് ആയി നിങ്ങളൊക്കെ അവിടെ പോകുന്നോ പറയണം? എങ്ങും പോക്കടയില്ല. ജോസഫിൻ്റെ കവിതയിലൊരു വാക്കാ പോക്കടയില്ല എന്ന് പറഞ്ഞു. പോക്കടയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കാര്യങ്ങളെ നല്ല രീതിയിൽ നമുക്ക് റീഓർഗനൈസ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് എടുക്കേണ്ടി വരും. അതിനാണ് ഭരണകൂടം നേതൃത്വം കൊടുക്കേണ്ടത്, രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്നത്. അതല്ലാതെ കേരള മോഡൽ തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും തിരിച്ചു പിടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത്. ഓക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓപ്പൺ AI ജനയിതാക്കളിൽ ഒരാളായിട്ടുള്ള സാം ഓൾട്ട്മാൻ അദ്ദേഹം അടുത്തിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ AI വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നത് AI-യോടായിരിക്കില്ല. യു വിൽ നോട്ട് ലൂസ് യുവർ ജോബ്സ് ടു AI, ബട്ട് യു വിൽ ലൂസ് യുവർ ജോബ്സ് ടു ദോസ് പീപ്പിൾ ഹു യൂസ് AI. അപ്പം AI പോലെ എന്താ പറയുക, വല്ലാതെ നമ്മുടെ സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയെയും നമ്മുടെ ജീവിതക്രമങ്ങളെയൊക്കെ തന്നെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന, ഒന്ന് തകർത്തിട്ട് പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ഒരു കാലത്ത് ഈ AI പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ആരാണ് അത് കൂടുതൽ പ്രയോഗിക്കുന്നത്? അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? എനിക്ക് തോന്നുന്നു അത്തരം ചില ചിന്തകൾ കൂടി നമ്മൾ ഈ കേരള മാതൃകയെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം വളരെ ആധുനികമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ സമകാലിക സമൂഹം നേരിടുന്ന കുറച്ച് പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്, ബോധവതികളാകേണ്ടതുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അടിത്തട്ടിൽ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു സമ്പത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം കടന്നു വരുന്നുണ്ട്. ആരാണ് നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്? ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു 2026 മാർച്ച്, നമ്മൾ മാർച്ചിലേക്ക് കടക്കാൻ പോവുകയാണ്, മാർച്ചോടുകൂടി ഇന്ത്യയിൽ മാവോയിസം ഇല്ലാതാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളിൽ നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലുടനീളം പ്രധാനപ്പെട്ട മാവോവാദി നേതാക്കളൊക്കെ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ പുനർവിതരണമായിരുന്നു ആരുടെ മുദ്രാവാക്യം? മാവോയിസ്റ്റുകളുടെയും നക്സലുകളുടെയും മുദ്രാവാക്യം അതായിരുന്നു. അതായത് നിലവിലുള്ള ഈ അസമത്വത്തെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള അസമത്വത്തെ, ആ ഇനീക്വാളിറ്റി ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്കറിയാം. നമ്മുടെ 1% വരുന്ന ടോപ്പ് ഇന്ത്യൻ റിച്ച് പീപ്പിൾ, അവര് 40% ഇന്ത്യയുടെ സമ്പത്ത് കൈയാളുകയാണ്. അതേസമയം 50% വരുന്ന അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണ മനുഷ്യര്, അവരെ വെറും 3% മാത്രമാണ് ഇന്ത്യൻ സമ്പത്തിന്റെ ആ ഉടമസ്ഥതാവകാശമുള്ളത്. അപ്പൊ ഇത്രയും വലിയ ഒരു ഇനീക്വാളിറ്റി കഴിഞ്ഞ 10 വർഷങ്ങളിൽ, 2014 മോദി അധികാരത്തിലേക്ക് വരുമ്പോൾ
മുകേഷ് അംബാനിയുടെ ആസ്തി 18 ബില്യൺ ഡോളറായിരുന്നെങ്കിൽ അത് ഇപ്പോൾ 119 ബില്യൺ ഡോളറാണ്. അദാനിയുടെ ആസ്തി അന്ന് 7 ബില്യൺ ഡോളറായിരുന്നെങ്കിൽ ഇന്നതിപ്പോൾ ഏതാണ്ട് 87 ബില്യൺ ഡോളറാണ്. പക്ഷെ ഏറ്റവും അടിത്തട്ടിലുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ആസ്തി വർദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, അവര് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. 1900 ഞാൻ ഈ നക്സൽ മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. കാരണം കേരളം കണ്ട ഒരു വലിയ ഒരു സമരമായിരുന്നു, പ്രക്ഷോഭ പാതയായിരുന്നു നക്സലുകളുടേത്. നമുക്കറിയാം 1960, ഞാൻ അതിൻ്റെ കൂട്ടി വായിച്ചു പോകുമ്പോൾ 1968 യൂറി ഗഗാറിൻ മരിക്കുന്നത്. യൂറി ഗഗാറിൻ നമുക്കറിയാം ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോയ മനുഷ്യനാണ്. 1961 ഏപ്രിൽ 12 അദ്ദേഹത്തിന്റെ ആ വോട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ബഹിരാകാശ വാഹനം മുകളിലേക്ക് എത്തുന്നത്. 68 34-ാമത്തെ വയസ്സിൽ ആര് മരിക്കുന്നു? യൂറി ഗഗാറിൻ മരിക്കുന്നു. 34-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു എയർ ക്രാഷിൽ മരിച്ചു പോകുന്നു. യൂറി ഗഗാറിനെ ലോകം മുഴുവൻ ഇങ്ങനെ കൊണ്ടാടിയപ്പോൾ, അദ്ദേഹത്തിന്റെ ബഹിരാകാശ യാത്ര കഴിഞ്ഞിട്ട് അതിനിങ്ങനെ കൊണ്ടാടിയപ്പോൾ, അന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന, അന്ന് അദ്ദേഹം ഡെപ്യൂട്ടി എഡിറ്റർ ആയിട്ടില്ല, ഒരു സീനിയർ പത്രപ്രവർത്തകനാണ്. അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു ലേഖനം എഴുതി, നിങ്ങൾ ഒരു സംഭവത്തെ ചരിത്രപരമായിട്ട് കാണുന്നത്, അല്ലെ, ഒരു സംഭവം ചരിത്രപരമാകുന്നത് എപ്പോഴാണ്? യൂറി ഗഗാറിന്റെ ബഹിരാകാശ യാത്ര ചരിത്രപരമാണോ? ചരിത്രപരമല്ല എന്നാണ് CP പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചരിത്രപരമാകുന്ന എപ്പോഴാണ്? നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉള്ളപ്പോഴാണ്, ഒരു ഇൻഡിവിജ്വൽ, ഒരു ലിബറൽ ചോയ്സ് നിങ്ങൾക്കുള്ളപ്പോഴാണ്. യൂറി ഗഗാറിന് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനെ പോലുള്ള ഒരു ഏകാധിപത്യ ഭരണക്രമത്തില് പോകാൻ പറഞ്ഞാൽ പോവുക, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകരുത്, അങ്ങനെയാണ്. ഇപ്പൊ യൂറി ഗഗാറിനോട് ബഹിരാകാശത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാതെ നിവൃത്തിയില്ല, വേറെ ചോയ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു തിരഞ്ഞെടുക്കുവാനുള്ള, അല്ലെ, പണ്ട് സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റീവ് ജോബ്സ് ഇവിടെ ഇന്ത്യയിൽ അദ്ദേഹം ഒരു ഇന്ത്യയിലേക്ക് ഒരു യാത്രയ്ക്ക് വന്നപ്പോൾ, അന്ന് ഈ ഹിപ്പീസത്തിൻ്റെയൊക്കെ ഒരു ഭ്രമത്തില് ഇന്ത്യയിലെ ഗുരുക്കളെ തേടുന്നു, ഈ ഹിന്ദു ഗുരുക്കളെ തേടി വരുന്നു. ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത്, ചില ബാങ്കും അതുപോലുള്ള ലഹരികൾക്ക് ഉപയോഗിച്ചിട്ട് ധ്യാനത്തിലിരിക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ അർത്ഥം തേടുന്ന ഒരു പ്രക്രിയയുണ്ട്. ഈ അർത്ഥം തേടുന്നതിനെ കുറിച്ച് കൊണ്ട് എനിക്ക് തോന്നുന്നു രവിശങ്കറിന്റെ ഒരു കാർട്ടൂണാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാർട്ടൂണിൽ പറയുന്നുണ്ട്, ഒരു ആൽമരത്തിന്റെ കീഴിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആൽമരം ചോദിക്കുന്നു, ചെറുപ്പക്കാരൻ, നീ എന്തിനാണ് എൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? അപ്പൊ ഇയാൾ പറയുന്നു, ഞാൻ വലിയൊരു അർത്ഥം തേടുകയാണ്. നീ എന്തർത്ഥമാണ് തേടുന്നത്? അല്ല, ജീവിതത്തിന്റെ അർത്ഥം ഞാൻ തേടുകയാണ്. അപ്പോൾ നീ ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്നാൽ നിനക്ക് ജീവിതത്തിന്റെ അർത്ഥം കിട്ടുമോ എന്ന് ആൽമരം ചോദിക്കുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയും, തീർച്ചയായിട്ടും അങ്ങനെയാണ്, മനനത്തിലൂടെ, ദീർഘമായ ധ്യാനത്തിലൂടെ ഞാൻ ആ പരമമായ സത്യം കണ്ടെത്തും. അപ്പൊ ആൽമരം പറയുന്നു, അങ്ങനെയാണെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി എന്ന് എനിക്ക് നിന്നോട് പറയേണ്ടി വരും. കാരണം ഞാൻ എത്രയോ കാലമായി ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു, എന്നിട്ട് എനിക്ക് കിട്ടിയത് നിന്നെ പോലൊരു കുഴിമടിയനെയാണല്ലോ. അപ്പോൾ ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ പൊള്ളത്തരങ്ങള്, അത് ഈ ചെറുപ്പത്തിന്റെ ചില തിളപ്പുകളിൽ നമ്മൾ മനസ്സിലായെന്ന് വരില്ല. അപ്പൊ സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് സ്റ്റീവ് ജോബ്സ് ഈ ആപ്പിളിന്റെ ആ വലിയ ഒരു സാമ്രാജ്യത്തിലേക്ക് വന്നിട്ടേ ഇല്ല. അദ്ദേഹം എന്താ പറയണ, ഒരു ദാരിദ്ര്യം നിറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീവ് ജോബ്സ് പക്ഷെ ഇന്ത്യയിൽ വന്നിട്ട് പറഞ്ഞത്, ഞാനന്ന് ഇന്ത്യയിൽ വാസ്തവത്തിൽ എന്താ ചെരുപ്പില്ലാതെ നടന്നു, പക്ഷെ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ചെരുപ്പില്ലാതെ നടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചെരുപ്പ് എനിക്ക് ഇടാമായിരുന്നിട്ടും എന്റെ മുന്നിൽ ഒരു ചോയ്സ് ഉണ്ട്, എനിക്ക് ചെരുപ്പിടാൻ വേണമെങ്കിൽ ഷൂ ധരിക്കാം, പക്ഷെ ഞാനത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഇന്ത്യയിലെ ദശലക്ഷം ആൾക്കാർക്ക്, കോടിക്കണക്കിന് ആൾക്കാർക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മുന്നിൽ ഒരു ചോയ്സ് വേണം എന്നുള്ളത്. അപ്പൊ ഈ യൂറി ഗഗാറിന് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല എന്നാണ് CP രാമചന്ദ്രൻ പറഞ്ഞത്. ഏകാധിപത്യ ഭരണക്രമത്തിൽ നിങ്ങൾക്ക് ഈ ഇൻഡിവിജ്വൽ ലിബറൽ ചോയ്സുകൾ ഉണ്ടാകുന്നു. 1968 ഈ യൂറി ഗഗാറിൻ 34-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. 1970 കേരളത്തില് വർഗീസ് എന്ന് പറഞ്ഞ നക്സൽ നേതാവ് 32-ാമത്തെ വയസ്സിലാണ് കൊല്ലപ്പെടുന്നത്. വർഗീസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ ഇല്ലാതാക്കുക, അതിനു വേണ്ടിയിട്ട് ഈ സമ്പത്തിന്റെ ഒരു പുനർവിതരണം ഉണ്ടാകണം. പക്ഷെ അതിനെ അന്ന് കോൺഗ്രസ് അച്യുത മേനോനും കെ കരുണാകരനും സഖ്യത്തിലുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കോൺഗ്രസും CPIയും സഖ്യത്തിലായിരുന്നു. 70-ലാണ് വർഗീസ് മരിക്കുന്നത്. അപ്പോൾ 70 തൊട്ട് 77 വരെ
കോൺഗ്രസും CPIയും തമ്മിലുള്ള സഖ്യത്തിലുള്ള ഒരു ഭരണകൂടമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവരന്ന് നക്സൽ മൂവ്മെന്റിന് ഇല്ലാതാക്കിയത് എന്താണ് എന്നുള്ളതിന് 2 വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, കരുണാകരന്റെ പോലീസ് കിരാതമായിട്ട് അവരെ അടിച്ചമർത്തുന്നു. 2, ഗൾഫ് തുറന്നിട്ട തൊഴിലവസരങ്ങൾ. ഈ 70കളിൽ 60കളുടെ അവസാനത്തോടെ 70കളിലാണ് അത്, 70കളിലും 80കളിലുമാണ് കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ വളരെയധികമായിട്ട് ഗൾഫിലേക്ക് പോകുന്നതും അങ്ങനെ തൊഴിലവസരങ്ങളുടെ പുതിയൊരു ലോകം തുറന്നെടുക്കുന്നു. അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. കേരളത്തിലേക്ക് ഈ റെമിറ്റൻസ്, ഇപ്പോൾ സണ്ണിയൊക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇവിടെ സർക്കാർ പ്രതിസന്ധിയിലാണ്. സർക്കാരിന് ഭരിക്കാനായിട്ട് കയ്യിൽ കാശില്ലെന്ന് പറയുന്നത്, കാശ് ഇങ്ങനെ കടമെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പ്രതിസന്ധിയിലാണോ? ആ രീതിയിൽ നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങൾ ആ രീതിയിൽ പ്രതിസന്ധിയിലാണോ? എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ നമ്മൾ ലോണക്കെടുത്തിട്ടുണ്ട്, എന്നാൽ പോലും നമ്മുടെ നിത്യജീവിതം കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ താറുമാറായിട്ടുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? കാരണം നമുക്ക് നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മളും ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം ഗൾഫിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കാശ് അയക്കുന്നുണ്ട്. ആ കാശ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയൊരു പരിധിവരെ താങ്ങി നിർത്തുന്നുണ്ട്. അപ്പൊ കേരളത്തിന്റെ GDP എടുക്കുമ്പോൾ ഈ റെമിറ്റൻസ് പുറത്തുനിന്ന് വരുന്ന ഈ വരുമാനം അതിനകത്ത് പ്രതിഫലിക്കുന്നില്ല. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു വർഗീസിന്റെ ആ ഒരു മരണം അല്ലെങ്കിൽ നക്സൽ മൂവ്മെന്റിന്റെ ഇല്ലാതാകൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മാവോയിസത്തിന്റെ ഇല്ലാതാകൽ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഹിന്ദുത്വയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് കേരളത്തിന്റെ ഈ സവിശേഷ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഹിന്ദുത്വത്തിന്റെ ഈ വളർച്ച കാണാതിരിക്കരുത്. കാരണം നമ്മൾ ഈ നവോത്ഥാനങ്ങളിലൂടെയൊക്കെ നേടിയെടുത്ത ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്വസ്റ്റ്യനിങ് പവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അധികാരത്തെ ചോദ്യം ചെയ്യണം. അപ്പൊ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് രാഷ്ട്രീയമെങ്കിൽ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് പകർന്നു തന്നത് ഇവിടെ സണ്ണി പറഞ്ഞതുപോലെ പൊയ്കയിൽ അപ്പച്ചനുണ്ട്, അയ്യങ്കാളിയുണ്ട്, ഗുരുവുണ്ട്, അല്ലെ? ഗുരുവിനെ തന്നെ തിരുത്തിയ സഹോദരൻ അയ്യപ്പനുണ്ട്, അല്ലെ? നമുക്കറിയാം, ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ പറഞ്ഞത് മതമില്ല, ജാതിയില്ല, ദൈവമില്ല മനുഷ്യന്. അപ്പൊ ഇങ്ങനെയുള്ള തിരുത്തലുകൾ, അല്ലെ? സോക്രട്ടീസിനെ അല്ലെങ്കിൽ പ്ലേറ്റോയെ തിരുത്തിക്കൊണ്ടാണ് അരിസ്റ്റോട്ടിൽ വരുന്നത്. പ്ലേറ്റോ പറഞ്ഞു, എന്റെ റിപ്പബ്ലിക്കിൽ നിന്ന് ഞാൻ കവികളെ പുറത്താക്കുന്നു, കാരണം കവികൾ സത്യം പറയുന്നില്ല, സത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അരിസ്റ്റോട്ടിൽ പറഞ്ഞെന്താണ്? കവികൾ വേണം, കവിത അല്ലെങ്കിൽ ദുരന്ത ആഖ്യായികള് നമ്മുടെ മനസ്സിനെ വിമലീകരിക്കുന്നു, കഥാർസിസ് നടക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്ലേറ്റോ പുറത്താക്കിയ കവികളെ അരിസ്റ്റോട്ടിൽ തിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, കാലത്തിന്റെ ഒരു പ്രവാഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഈ നിലവിലുള്ള ചിന്താഗതികളെ ചോദ്യം ചെയ്യുകയും തിരുത്തുകയും അങ്ങനെ പുനർനിർമ്മിക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ മാർക്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇനി അങ്ങോട്ട് ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ മാറ്റി തീർക്കുകയാണ്, ഒരു ആക്ഷനാണ് വേണ്ടത് എന്നുള്ളത്, പ്രവൃത്തിയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് ഒന്നുകൂടി വരികയാണ്. ഈ നമ്മുടെ ഇന്നത്തെ ഈ കേരളീയ ജീവിതത്തിൽ അതിനെ നമ്മളിങ്ങനെ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ നമ്മൾ ഏതൊക്കെ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത് എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഹിന്ദുത്വയുടെ ഒരു വളർച്ച അത് എങ്ങനെയാണ്, നമ്മുടെ ഈ നമ്മൾ മുറിച്ചു കളയുന്ന വാലുകളൊക്കെ എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ഈ ജാതി എന്ന് പറയുന്ന സംഗതി വാസ്തവത്തിൽ നമുക്കറിയാം. ഇപ്പൊ ഞങ്ങള് ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നമ്മുടെ ആളുകൾ പറയുന്ന വളരെ വിഡ്ഢിത്തം നിറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ നമ്പൂതിരിമാരിൽ നിന്ന് പരിവർത്തനം ചെയ്തവരാണ് എന്നിങ്ങനെ കുറച്ച് ക്രിസ്ത്യാനികൾ പറയും. ഇപ്പോൾ എൻ്റെയൊക്കെ കുറെ ബന്ധുക്കൾ ഇങ്ങനെ അവകാശപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാരണം ഒരു ആശാരി പണിക്കാരനായിരുന്നു ക്രിസ്തു എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാളുടെ അനുയായികളാണ് ഇവര്. എന്നിട്ട് അവർ പറയാ ഞങ്ങൾ നമ്പൂതിരിമാരിൽ നിന്ന് കടന്നു വന്നവരാണ്. അപ്പോൾ ഉള്ളിലുള്ള ഈ ഒരു വിധേയത്വമുണ്ട്, നമ്മളെ ഈ ഹൈറാർക്കിയോടുള്ള ഒരു വിധേയത്വം, അല്ലേ? അപ്പൊ ഈ ഹൈറാർക്കിയോടുള്ള വിധേയത്വം ഒരു വളരെ വ്യാപകമായിട്ട് സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് ഹിന്ദുത്വയുടെ വരവ് ഞാൻ നോക്കുമ്പോൾ 1990 രാമജന്മഭൂമി പ്രസ്ഥാനവുമായിട്ട് അദ്വാനി രഥയാത്ര നടത്തുന്നുണ്ട്. അതൊരു അഗ്രസീവ് മൂവ്മെന്റ് ആയിരുന്നു, വളരെ അഗ്രസീവായിട്ട് ഹിന്ദുത്വയെ പ്രചരിപ്പിക്കുന്നു. കാരണം
നോർത്ത് ഇന്ത്യയിലെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം പലപ്പോഴും ഒരു മുസ്ലിം ഇൻവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ മുസ്ലിം ഇൻവേഷൻ, അതായത് മുസ്ലിം അധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ ഇവിടെ വന്ന് കൊള്ളയടിക്കുകയും ഇപ്പൊ സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെ കൊള്ളയടിക്കുകയും ആളുകളെ കൊന്നെടുക്കുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞുള്ള ഒരു വലിയൊരു ആഖ്യാനമുണ്ട്. ആ ആഖ്യാനത്തെ നേരിടാൻ ഇപ്പുറത്ത് വളരെ മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു ഹിന്ദുത്വം വേണമെന്ന് ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് രാമജന്മഭൂമി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വരുന്നത്. 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റാണ് ലോക്സഭയിൽ BJP ഉണ്ടായിരുന്നത്. BJP നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. 80 അവർ നിലവിൽ വന്നതിന് ശേഷം 2 സീറ്റ്. 2019 ആയപ്പോൾ അത് 303 സീറ്റായി. ഇത്തവണ അത് കുറഞ്ഞു, 240 സീറ്റായി. കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുത്വം വളരുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഒരു ഹിന്ദുത്വയുടെ വളർച്ചയിൽ ഞാനിപ്പോൾ അടുത്തിടെ എനിക്ക് തോന്നുന്നത് 3 പ്രധാന വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മൂവ് ഉണ്ട്. ഉദാഹരണത്തിന് ജഗ്ഗി വാസുദേവിന്റെ, ഈ സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ ഇടപെടൽ, ശ്രീ രവിശങ്കറിന്റെ ഇടപെടൽ, മാതാ അമൃതാനന്ദമയുടെ ഇടപെടൽ. ഈ 3 ആൾ ദൈവങ്ങൾ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട്, മൃദുവായിട്ട് കേരളത്തില്, സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു ഹിന്ദുത്വ വളർത്തുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് വാസ്തവത്തിൽ നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആദ്യം തുടങ്ങിയിടത്തേക്ക് ഞാൻ പോവുകയാണ്. നമ്മുടെ AI വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ സാമ്രാജ്യമാണ്. വലിയ കോർപ്പറേറ്റുകളാണ് അതിനുവേണ്ടി ഇത്രയധികം ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കുന്നത്. അവർ മുടക്കുമ്പോൾ നമുക്കറിയാം ഒരു AI ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് എത്രയോ എനർജി ആവശ്യമാണ്. ഈ കമ്പ്യൂട്ടറുകളുടെ ശൃംഖലകൾ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അതിഭീമമായിട്ടുള്ള ഊർജം വേണം. ഈ ഊർജം എവിടെ നിന്നുണ്ടാകും? കൽക്കരി ഖനികള്, ന്യൂക്ലിയർ പ്ലാന്റുകള്, സോളാർ പ്ലാന്റുകള്, ഇതൊക്കെ വൻതോതിൽ വേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വൻതോതിലുള്ള ഈ എനർജി സെക്ടറിലേക്ക് ആരാണ് വരുന്നത്? ഇന്ത്യയിൽ അദാനിയെ പോലുള്ളവരാണ് വരുന്നത്. ലഡാക്കിന്റെ പ്രശ്നം എന്താണ് വാസ്തവത്തില്? സോണം വാങ്ചുക്ക് എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത്? കാരണം ലഡാക്കില് ഈ വൻകിട കോർപ്പറേറ്റുകൾക്ക്, അദാനി ഉൾപ്പെടെയുള്ളവർക്ക് വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു പരിസ്ഥിതിയുള്ള സ്ഥലത്ത് വൻകിട പദ്ധതികൾ വരുന്നു, എനർജി പ്ലാന്റുകൾ വരുന്നു. അയാൾ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടുന്നു. ചോദ്യങ്ങൾ പാടില്ല എന്ന് പറയുന്നു. പാർലമെന്റില് ചോദ്യങ്ങൾ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഈ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. അമേരിക്കയുമായിട്ടുള്ള ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നിശബ്ദരാക്കുന്നു. ഇതിപ്പോ ഒരു മൻ കി ബാത്തിന്റെ ലോകമാണ്. നമുക്കറിയാം മൻ കി ബാത്താണ്, അതായത് ഏകഭാഷണങ്ങളാണ് ജനാധിപത്യത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ശരിക്ക് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സംഭാഷണമാണ്, ഡയലോഗാണ്. അത്തരം ഡയലോഗുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടേ ഉള്ളത്. എപ്പോഴും അങ്ങനെയാണ്. സംഭാഷണങ്ങളില്ലെങ്കിൽ, വിമർശനങ്ങളില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയാണ് എന്താണ് എനിക്കറിയില്ല. നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാർ പോലും സ്വകാര്യ സർവകലാശാലകളെയൊക്കെ കൊണ്ടുവരുമ്പോൾ, ഞാൻ യെച്ചൂരിയോട്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാണ്, കണ്ണൂരിൽ ഇതിനു മുൻപത്തെ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ ഞാൻ സഖാവ് യെച്ചൂരിയോട് ചോദിച്ചു, ഈ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാനായിട്ട് നവകേരള ദർശനത്തിന്റെയൊക്കെ പേരിൽ പുതിയ ഇടപെടലുകൾ വരുമ്പോൾ ഈ സാമൂഹ്യനീതി നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുക? കാരണം സാമൂഹ്യനീതി എന്ന് പറഞ്ഞാൽ നേരത്തെ സണ്ണി പറഞ്ഞ സംഗതി തന്നെയാണ്. കേരളത്തെ മുന്നോട്ട് വളർത്തിയ, ഇന്ത്യയെ മുന്നോട്ട് വളർത്തിയ ഈ സംവരണം എന്ന് പറഞ്ഞ സംഗതിയെ അട്ടിമറിക്കുന്ന ഒരു ഇടപെടലാണ് ഈ സ്വകാര്യ സർവകലാശാലകളുടെ വരവ്. നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാകുന്നു. ഇന്ന് പബ്ലിക് സെക്ടറിൽ സർക്കാർ, കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്? വളരെ കുറച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. 2006 ഞാൻ ഓർക്കുന്നുണ്ട്, മൻമോഹൻ സിംഗ് എന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തി, സ്വകാര്യ മേഖലയിൽ സംവരണം വേണമെന്ന് പറഞ്ഞിട്ട്. സ്വകാര്യ മേഖലയിലെ ഈ വൻകിട ആളുകളെ പെട്ടെന്ന് ഞെട്ടിവിറച്ചു. ഇതെങ്ങനെ നടപ്പാക്കും? അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ജാംഷഡ് ഇറാനിയെ പോലുള്ളവര്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ മുകൾ തട്ടിലുള്ളവര്, അവർ പെട്ടെന്ന് ഒരു കൂടിയാലോചന നടത്തിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തി, ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, അമേരിക്കയിലേക്ക് പോലെ അഫർമേറ്റീവ് ആക്ഷൻ, അതായത് ഞങ്ങൾ തന്നെ നടപ്പാക്കും, ഞങ്ങൾ ഇനി അങ്ങോട്ട് ജോലിക്ക് ആളെ എടുക്കുമ്പോൾ ഞങ്ങൾ തന്നെ പ്രാതിനിധ്യം ഉറപ്പാക്കും. അല്ലെ, അംബേദ്കർ പറഞ്ഞ സാധനം അതാണ്, പ്രാതിനിധ്യമാണ്. ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. ആ റെപ്രസെന്റേഷൻ കിട്ടണമെങ്കിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവസരങ്ങൾ വേണം, എന്താ പറയുന്ന അവകാശങ്ങൾ ഉണ്ടായിരിക്കണം, അത് നിറവേറപ്പെടണം. അപ്പോൾ അത് 2006 അങ്ങനെ ഒരു പ്രഖ്യാപനം, 2004 ഫസ്റ്റ് മൻമോഹൻ സിംഗ് മിനിസ്റ്റർ വരുന്നത്. മൻമോഹൻ സിംഗ് പോലും, അതായത് ലിബറലൈസേഷൻ നടപ്പാക്കിയ 1991 നരസിംഹറാവു സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയിലെ ഒരു വലിയ ഡ്രീം ബജറ്റ് അവതരിപ്പിച്ച മൻമോഹൻ സിംഗ് ഈ
സ്വകാര്യ മേഖലയിൽ സംവരണത്തെക്കുറിച്ച് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. പക്ഷെ അതിന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ വൻകിട കോർപ്പറേറ്റുകൾ അതിനെ അട്ടിമറിച്ച് കളഞ്ഞു. അവരന്ന് അഫർമേറ്റീവ് ആക്ഷൻ പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കാം, ടാറ്റയിൽ എത്ര ദളിതർ വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര പിന്നോക്കക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, TCS എന്ന് പറഞ്ഞ കമ്പനിയിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൊഗ്നിസൻ ടെക്നോളജിയിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ IT കമ്പനികളിൽ എത്ര പിന്നോക്കക്കാർ ദളിതർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിന് നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ 57 തൊട്ടുള്ളൊരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഇപ്പം അടുത്തിടെ ഞാൻ വായിച്ചൊരു സംഗതിയാണ്. എന്ത്, കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ 30 വർഷം ഭരിച്ചിട്ടുള്ളത് നായർ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരാണ്. 30 വർഷം ഭരിച്ചിട്ടുള്ളത് അവർ 11.9% എന്തോ മാത്രമാണ് കേരളത്തിൻ്റെ ഈ പോപ്പുലേഷനിൽ അവരുടെ അംഗബലം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അതിനെ ഒരു ഇതായിട്ടല്ല കാണുന്നത്. ആ ഒരു മൊമെന്റ് അവർ പറയുന്നത് എങ്ങനെയാണ്, ആ ഒരു മൊമെന്റില്, ആ ചരിത്ര പരിസരത്തില് അപ്പോൾ അവരായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവരായിരുന്നു. അല്ലെ, 86 KR ഗൗരിയെ കുറിച്ച് പറഞ്ഞെങ്കിലും KR ഗൗരി മുഖ്യമന്ത്രിയല്ലേ നമുക്കറിയാം. എത്ര ദളിതര് ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ മാത്രമാണ് CPM-ന്റെ ഒരു ദളിതൻ ബംഗാളിൽ നിന്നുള്ള രാമചന്ദ്ര ഡോം അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത്. ഇനിയും ഇതുവരെ ഒരു വനിത CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടില്ല, ഒരു ദളിതൻ ജനറൽ സെക്രട്ടറി ആയിട്ടില്ല. CPI-ക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ദളിതനാണ്, ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നോട്ടുള്ളവരാണ്. ഞാൻ പറയാം, ഇത്തരം ചില സംഗതികൾ, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ, ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, ആ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കോർപ്പറേഷനുകളൊക്കെ വരുമ്പോൾ നമ്മുടെ ചിന്തകള്, നമ്മുടെ എന്താ പറയുന്നത് മേധാശക്തി നമ്മൾ പണയം വെക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. സാം ഹ്യൂമർ എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷി ഇപ്പൊ അടുത്തിടെ ഒരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ ChatGPT-യുടെ വേർഷൻ, ChatGPT 5.3, അത് അദ്ദേഹം പറയും, നമ്മൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഈ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്, നിർമ്മിത ബുദ്ധിക്ക് നമ്മളെ പോലെ ചിന്തിക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു വിവേകം, നമ്മുടെ ഒരു തിരഞ്ഞെടുക്കാൻ, നമുക്കിപ്പോൾ ഒരു ജഡ്ജ്മെന്റ് നടത്താൻ അത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് അത് നമുക്ക് നമ്മുടെ മുന്നിൽ കുറെ സാധ്യതകൾ തുറന്നു വരുന്നു. അത് എന്താ പറയുക, നമുക്കൊരു മാർഗം പറഞ്ഞു തരുന്നു. പക്ഷെ ഒരു ജഡ്ജ്മെന്റ് നടത്താനായിട്ട്, ഒരു സംഗതി രുചിച്ചിട്ട് ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയാനായിട്ട് ചിലപ്പോൾ AI-ക്ക് പറ്റിയില്ലെന്നൊക്കെയായിരുന്നു. പക്ഷേ ഈ ഹ്യൂമർ പറഞ്ഞത് ChatGPT-യുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ദാറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ മോസ്റ്റ്ലി the earlier versions themselves. ഇതിനു മുൻപുള്ള ChatGPT-യുടെ വേർഷൻസ് ആണ് ഈ പുതിയ വേർഷൻസ് സൃഷ്ടിച്ചതെന്ന്. അപ്പോൾ AI ഇന്റലിജന്റ് ആയിട്ടുള്ള മൂവുകൾ തുടങ്ങുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാണ് നമ്മൾ പോവുക? ഈ തൊഴിലവസരങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ്, അതായത് ഈ ChatGPT ഈ AI-യുടെ ഒരു ഡിസ്റപ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 2 കുട്ടികളാണ്. അപ്പൊ ഇളയ പയ്യൻ പറഞ്ഞു, മൂത്തവൻ പേടിച്ചാൽ മതി, അവൻ എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നത്, അവൻ പേടിക്കട്ടെ, ഞാൻ ഫുട്ബോളർ ആകാനാണ് നോക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഒരു ഇതായിട്ട് പറഞ്ഞാണെങ്കിൽ പോലും നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഘട്ടങ്ങളിൽ ഗവൺമെന്റുകൾ, സ്റ്റേറ്റ് ഭരണകൂടം ഇടപെടണം. ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിന്റെ കാര്യത്തിൽ ഈ AI റവല്യൂഷൻ വന്നു കഴിഞ്ഞാൽ, തൊഴിലവസരങ്ങൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് തൊഴിലാളികളെ വെച്ചിട്ട് വലിയ ലാഭമുണ്ടാക്കുന്ന ഈ വൻകിട കമ്പനികളോട് ഭരണകൂടങ്ങൾ ആവശ്യപ്പെടണം, നിങ്ങൾക്ക് കിട്ടുന്ന ഭീമമായ ലാഭം നിങ്ങൾ സമൂഹത്തിൽ വിതരണം ചെയ്യണം. ആ വിതരണം ചെയ്യുന്നതിലൂടെ നമ്മുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാകും. ഞാൻ പറയും, മനുഷ്യൻ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ ജീവിതം മനോഹരമാക്കാനാണ്, നമ്മൾക്ക് ഒരു ലിഷേർലി ലൈഫ് വേണ്ടിയാണ്. അപ്പോൾ അത് 7 മണിക്കൂർ 8 മണിക്കൂർ എന്നുള്ളതിന് പകരം ഇപ്പോൾ 12 മണിക്കൂറും നാരായണമൂർത്തിയൊക്കെ പറയുന്ന പോലെ ദിവസം 14 മണിക്കൂർ പണിയെടുക്കാനല്ല, നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ അത് രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പൊ അതിന് ഇങ്ങനെ ഭീമമായ ലാഭം ഉണ്ടാക്കുന്ന ഈ വൻകിട കോർപ്പറേഷനുകളോട് അവർക്ക് കിട്ടുന്ന ഭീമമായ ലാഭത്തിന്റെ ഒരു വിഹിതമെങ്കിലും സമൂഹത്തിൽ പുനർവിതരണം ചെയ്യാനായിട്ട് നമ്മുടെ ഭരണകൂടങ്ങൾ ആവശ്യപ്പെടണം. അങ്ങനെയുള്ള ചില ചിന്തകൾ സൊസൈറ്റിയിൽ നിന്ന് ഉടലെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ പുനർവായനയെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനി നമുക്ക് ചർച്ചയ്ക്കുള്ള അവസരമാണ്. പ്രത്യേകിച്ച് ചർച്ച നമ്മുടെ പ്രതിസന്ധികളെ കുറിച്ചും ഈ നമ്മളിവിടെ അവതരിപ്പിച്ച കേരള വികസന മാതൃക പുനർവായനയെ കുറിച്ചായിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വേണ്ടി സദസ്സിലെ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു.
നമസ്കാരം. സണ്ണി സാറ് പറയുണ്ടായി ഈ ഒരു റീഇമാജിനേഷനെ കുറിച്ച് പറയുണ്ടായി. അപ്പം ഈ ഒരു 2026 നമ്മൾ നിൽക്കുമ്പോൾ ആ റീഇമാജിനേഷൻ്റെ പോസിബിലിറ്റി എന്താണ്, ആ ഒരു അതിനെക്കുറിച്ചൊന്ന് അല്പം കൂടി പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ നമ്മളെങ്ങനെയാണ് നമ്മളെയും നമ്മുടെ രാഷ്ട്രത്തെയും സമൂഹത്തെയും ഇമാജിൻ ചെയ്യുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാനതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇമാജിനേഷനാണ് പ്രധാനമെന്ന് വിചാരിക്കുന്നത്. ഇമാജിനേഷൻ ഇല്ലാത്തവർക്ക് ഇന്ത്യ എന്തായി തീരണം എന്നതിനെ സംബന്ധിച്ച് ഒരു ഇമാജിനേഷൻ ഇല്ലാത്ത ഒരു പാർട്ടിക്കും ഒരു ഗ്രൂപ്പിനും ഒരു കാര്യവും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല, അവരെത്ര മേൽ അംഗങ്ങളുള്ളവരാണെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സുഹൃത്തുക്കളെ സൂചിച്ചു, നക്സലൈറ്റുകൾ പിരിഞ്ഞു പോകാൻ ബാധ്യസ്ഥരായിരുന്നു. ദേ ഹാവ് നോ ഇമാജിനേഷൻ ഓൺ ഇന്ത്യ. കലാപമൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്, ഒത്തിരി രക്തസാക്ഷികൾ. വർഗീസിനോടൊക്കെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, സ്നേഹമുണ്ട്. പാവം മനുഷ്യൻ അതിൽ വിശ്വസിച്ച് ചെറുപ്പത്തിലെ തന്നെ ബലിയാടായ ഒരാളാണ്. മാവോയിസ്റ്റുകളെ ഇനി സ്റ്റേറ്റ് ഇടപെട്ടില്ലെങ്കിലും മാവോയിസ്റ്റുകൾ സ്വയം പിരിഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അവർക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് അവർ പിരിഞ്ഞു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്തായി തീരണം എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു ഇമാജിനേഷൻ ഇല്ല. ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികൾ വളരുന്നതിൻ്റെ പിന്നിൽ ദേ ഹാവ് ഫേം ഇമാജിനേഷൻ ഓൺ ഇന്ത്യ. അതാ കാര്യം. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് കൃത്യമായ പദ്ധതിയുണ്ട്. 25-ൽ പ്രഖ്യാപിച്ചു അവർ, ഞങ്ങൾ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കും. അതിനുവേണ്ടി പണിയെടുക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 19 മുതൽ തുടങ്ങിയല്ലോ കലാപരിപാടി. എന്തുണ്ടാക്കുന്ന പറഞ്ഞത് വർഗരഹിത സമൂഹം എന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവുന്നുള്ളൂ. അല്ലാതെ അതിനെന്ത് പദ്ധതി ആവിഷ്കരിച്ചത്, നടപ്പിലാക്കിയത്? നമ്മൾ ഈ അവസ്ഥയിൽ എത്തിച്ചത് നേതാക്കളുടെ കുറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ലെന്നേ. ഒരു നേതാവിനും കുറ്റമില്ലെന്ന് വിചാരിക്കുന്ന ആളാണ്. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത ആൾക്കാർ. EMS, സ്വന്തം വീട്, എൻ്റെ ഷെയർ വിറ്റ് ദേശാഭിമാനി ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ്. നല്ല ഇൻവെസ്റ്ററായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. അന്നത്തെ കാലത്ത് 80,000 രൂപ ദേശാഭിമാനി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. വീട് വിറ്റ് പാർട്ടി കൊടുത്തെന്നുള്ള കഥയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഹി ഇൻവെസ്റ്റ് ഹിസ് മണി ഇൻ എ പബ്ലിക്കേഷൻ, ദേശാഭിമാനി. അന്ന് ദേശാഭിമാനി പോലെ ഗുണം പിടിക്കുകയോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതാണ് അതിൻ്റെ സാഹസികത. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹിന്ദുത്വ ശക്തികൾക്കൊരു ഇമാജിനേഷൻ ഉണ്ട്. ഞങ്ങളൊരു ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കും. അതിനു വേണ്ടിയുള്ള പണികളാണ് അവരെടുത്ത് വന്നപ്പോൾ. ഗാന്ധിയെ പോലും കൊല്ലുന്നത് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ നന്നായിരിക്കുന്നവർക്ക് മനസ്സിലായപ്പോൾ ഗാന്ധിയെ വെടിവെച്ച് അങ്ങ് കൊല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് അവർ കൂടുതൽ മുന്നോട്ട് വന്നപ്പോൾ പല അവസരങ്ങൾ ഉപയോഗിച്ച് 2 സീറ്റ് 89 സീറ്റാക്കി. പിന്നെ അവർ ഒറ്റയ്ക്ക് ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് പിൽക്കാല കഥയാണ്. അപ്പോൾ ഇതിനകത്ത് വാട്ട് ദേ സോഷ്യലി എഞ്ചിനീയർ, സാമൂഹികമായി അവർ എഞ്ചിനീയർ ചെയ്തത് എന്തിനെയാണ്? വർഗത്തെയാണോ? ആണോ? അല്ല. ഇന്ത്യയിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ഭൂവുടമകളെയും കോർപ്പറേറ്റുകളെയും മധ്യവർഗത്തെയും അല്ല അവർ എഞ്ചിനീയർ ചെയ്തത്, മറിച്ച് കാസ്റ്റിനെയാണ് അവർ എഞ്ചിനീയർ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാമായിരുന്നു ഇന്ത്യ നിർമ്മിക്കപ്പെട്ടത് ജാതിക്കകത്താണ്. ജാതിയാണ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് എന്ന വളരെ വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അവർ അത് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്നു, അത് എഞ്ചിനീയർ ചെയ്തെടുക്കുന്നു. നമ്മളെല്ലാം സെമറ്റിക് മതത്തിൽപ്പെടാത്തവരെല്ലാം ഹിന്ദുക്കളാണ് എന്നൊരു സങ്കല്പം ഉയർത്തുന്നു. നമുക്കും ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ നമുക്കും തോന്നുക ഹിന്ദുവാണെന്നാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളുടെ ചിന്തകളെ കൊണ്ട് എത്തിക്കുന്ന വലിയൊരു പണി അവർ ലോകവ്യാപകമായി ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊഴുകുന്ന കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത്. ഗീതാ പ്രസിൻ്റെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. ഗീതാ പ്രസിൻ്റെ ചരിത്രം വായിച്ചാൽ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ പ്രോജക്റ്റ് ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടു വന്നതെന്ന് പിടികിട്ടി. അത് വർഗങ്ങളെ റെഗുലേറ്റ് ചെയ്തിട്ടല്ല, മറിച്ച് കാസ്റ്റിനെ റെഗുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത നമുക്ക് അവരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാ പ്രശ്നം. നമുക്കറിയത്തില്ല ജാതി. എനിക്ക് ജാതിയില്ലെന്ന് പറഞ്ഞ് ഒളിച്ചു നടക്കുക നമ്മൾ. കേരളത്തിലെ ഇടതുപക്ഷ പാരമ്പര്യമുള്ള കേരളത്തിലെ മനുഷ്യർ ചെയ്യുന്നതിന് എനിക്ക് ജാതിയില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഭാര്യയ്ക്കൊരു ശകലം ജാതി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും വരുന്ന ഭ്രാന്താ പറയുന്നത്.
നമ്മൾ തുറന്നു നോക്കണമെന്ന്. നമുക്ക് ജാതി ഉണ്ടോ, നമ്മൾ ജാതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തുറന്നു നോക്കാൻ പറ്റുന്നില്ല. അവിടെ നമുക്ക് ജാതി എന്നാന്ന് അറിയത്തില്ല. ഒരു സോഷ്യോളജിസ്റ്റ് പറഞ്ഞ പോലെ ജാതി എന്നാന്ന് എല്ലാവർക്കും അറിയാം. അത് പക്ഷെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്ന ചോദിച്ചാൽ അവൻ പിച്ചും പേയും പറയുന്ന അൾഷിമേഴ്സ് ബാധിച്ചവനെ പോലെ സംസാരിക്കും. അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വി ഹാവ് ടു റീഡിഫൈൻ വാട്ട് ഈസ് കാസ്റ്റ് റിലേഷൻ എന്താണ് നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കണം. അത് പഠിക്കാതെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയോളജിയെ നമ്മൾ വിമർശിക്കുന്നുണ്ട്. റിച്വലിസ്റ്റിക്കായ ഐഡിയോളജിയെ നമ്മൾ വിമർശിക്കുന്നുണ്ട്. അത്തരം ആചാരങ്ങൾ ശരിയല്ല, അതിൽ നിന്നുണ്ടാകുന്ന ലോകബോധം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് റിച്വലിസ്റ്റിക് ഐഡിയോളജിയെ നമ്മളിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ത്യക്കകത്തുള്ള റിച്വലിസ്റ്റിക് ഐഡിയോളജി അല്ല, ഐഡിയോളജിക്കൽ റിച്വലിസമാണ് ഇന്ത്യക്കകത്തുള്ളത്. ഐഡിയോളജിക്കൽ റിച്വലിസം. മുഴുവൻ സ്വർണവും ഒട്ടിച്ചോണ്ട് പോയി എന്നറിഞ്ഞിട്ടും ശബരിമലയ്ക്ക് ആള് പോകുന്നതിൻ്റെ യുക്തി തന്നെ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പൊട്ടന്മാരായതുകൊണ്ടാണെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയല്ല. അതിനൊരു ഐഡിയോളജി ഉണ്ട്. ആ സംഗതിയെ ന്യായീകരിക്കുന്ന ഒരു ഐഡിയോളജി അവരുടെ തലക്കകത്ത് കിടപ്പുണ്ട്. അവൻ പോവും, ഇനിയും പോവും, ഇനിയും ഒട്ടിച്ചാലും പിന്നെയും പോവും. കാരണം ഇറ്റ് ഈസ് ഐഡിയോളജിക്കൽ റിച്വലിസം. നമ്മൾ വെറുതെ അവിടെ ചെന്ന് പൈസ ഇടുക അല്ല ചെയ്യുന്നത്. നമ്മൾ മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയാണ്. മോക്ഷം പ്രാപിക്കുക നമ്മളുടെ ആത്യന്തിക ജീവിത ലക്ഷ്യമാണ്. മോക്ഷം പ്രാപിക്കേണ്ട ജന്തുവാണ് മനുഷ്യനെന്നാണ് ഇന്ത്യൻ തത്വചിന്ത നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മോക്ഷം വേണ്ടെന്ന് ആരും പറയുന്നില്ല. എനിക്ക് മോക്ഷം വേണ്ട കേട്ടോ. എന്തായാലും ഞാനത് തത്വചിന്ത പഠിച്ചിട്ടുള്ളത് ഞാൻ തീരുമാനിച്ച കാര്യം എനിക്ക് മോക്ഷമേ വേണ്ടെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാനൊരു സമയം ചത്തുപോകാൻ തയ്യാറാണ്. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇത് പറയാനുള്ള ഒരു ധൈര്യം നമുക്കില്ല. കാരണം കാസ്റ്റ് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും നടന്ന ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ് ഇന്ത്യയിൽ നടത്തിയത്, കേരളത്തിൽ നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം നടത്തിയതുമൊക്കെ ഈ കാസ്റ്റ് ഹൈറാർക്കി അതേപടി നിലനിർത്തുന്നതാണെന്നേ. ഈ ഒളിഗാർക്കിയെ നിങ്ങൾക്കറിയാമോ? ഈ പിണറായി വിജയൻ മന്ത്രിസഭയിൽ 10 പേര് നായന്മാരാണ്. നായന്മാർക്ക് മാത്രമേ കേരളം ഭരിക്കാൻ അറിയാവുള്ളൂ. ഇവരെന്താ നീ കാണിക്കുന്നത്? ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ലേ? എന്നാൽ നിങ്ങൾ BJP ഉണ്ടാകുന്ന ഗവൺമെന്റുകൾ ശ്രദ്ധിച്ചോ? അവർ വിപ്ലവം നടത്തുമെന്നല്ല പറയുന്നത്. എത്രയോ സ്ഥലത്താ ആദിവാസികൾ, ദളിതർ ഒക്കെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമായിരുന്നു. കർണാടകയിൽ 6 മന്ത്രിമാരുണ്ട് പട്ടികജാതിക്കാർ. കേരളത്തിൽ 0 അറിയണം. ഇതെവിടെന്നാ വരുന്നത്? ജാതിയില്ലാത്ത കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു ദളിതൻ മന്ത്രിസഭയിൽ ഇല്ലാത്തത്? ഇത് ചോദിച്ചാൽ ഞാൻ ജാതിവാദിയാന്ന് പറയുന്ന നിങ്ങളുടെ യുക്തിയാണ് തിരുത്തേണ്ടത്. ഇതാ ഞാൻ പറയുന്നത്. ആ യുക്തി കൊണ്ടാണ് നമുക്ക് ഇത് മനസ്സിലാവില്ല എന്നാ നടക്കുന്നത്. അതുകൊണ്ടാണ് പന്തളം രാജാവും ശശി, പന്തളം ശശി എന്നാണ് ഞാൻ അയാളെ വിളിക്കുന്നത്. പുള്ളി എന്നെ സണ്ണി എന്ന് വിളിച്ചാൽ മതി എന്നാണ് എൻ്റെ യുക്തി. ഞാൻ എന്തിനാ പുള്ളി ശശി രാജാവ് എന്ന് വിളിക്കുന്നത്? പുള്ളി എന്നെ മന്ത്രി എന്ന് വിളിക്കണം. എന്നെ എൻ്റെ പേര് വിളിച്ചാൽ ഞാൻ പുള്ളിയെ പേരെ വിളിക്കത്തുള്ളൂ. കാരണം ഇന്ത്യൻ ഭരണഘടന പറഞ്ഞ രാജാവിൻ്റെ പദമൊന്നും ഉപയോഗിക്കരുതെന്നാണ്. അവിടുത്തെ തന്ത്രികൾ, താഴമൺ തന്ത്രികൾക്കാണ് ജന്മാവകാശം. അവൻ അവിടെ 2.5 കോടി രൂപയാണ് സിംഗിൾ പേയ്മെന്റ് ടു എ ബാങ്ക്. 2.5 കോടി രൂപ. അവൻ കള്ളനാണെന്ന് കേരളത്തിലെ പ്രസിന് തോന്നുന്നില്ലെങ്കിൽ അവരെ ആദ്യം കൊണ്ടുപോയി വല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിക്കണം. അതാ ചെയ്യേണ്ട കാര്യം. തന്ത്രി കള്ളനാണെന്ന് ഇവർക്ക് തോന്നാതിരിക്കുന്നതാണ് കാസ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. ജാതി പൊതിഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടുന്നുണ്ട്. നമ്മുടെ ജാതി പറയണ്ടല്ലോ എന്നാണ്. ഇതാ നമ്മുടെ അതിബുദ്ധി. അത് നമ്മളങ്ങ് വിട്ടുകളയും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അവസാനിപ്പിക്കുക, സമയം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഈ ഇമാജിനേഷൻ എന്നോ നാഷണൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്തായിരിക്കണം എന്നൊരു സംഗതിയാണ്. അതിൽ ഇന്ത്യ എന്താണെന്ന് നമുക്കൊരു ഭാവന വേണം. ഇറ്റ് ഈസ് എ ഡൈവേഴ്സിഫൈഡ് സൊസൈറ്റി എന്നതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. വൈവിധ്യം ആണ് ഇന്ത്യയുടെ പ്രത്യേകത. ഈ വൈവിധ്യം എങ്ങനെയാണ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഈ വൈവിധ്യം ഈ മേശപ്പുറത്തിരിക്കുന്നത് പോലെ ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ വെച്ചതല്ല, അതൊരു ഹൈറാർക്കിക്കൽ ലെവലിൽ വെച്ചതാണ്. ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നത് ഹൈറാർക്കിക്കൽ ലെവലിലാണ്. അതുകൊണ്ട് ഈ ഹൈറാർക്കി അഴിച്ചു പണിയുക എന്നതാണ് ആദ്യത്തെ ഒരു കാര്യം. ഈ ഹൈറാർക്കി അഴിച്ചു പണിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം മേൽക്കീഴ് ബന്ധത്തിന് പകരം ഒരു ഹൊറിസോണ്ടൽ ബന്ധമായി പുനർനിർമ്മിക്കാൻ നമുക്ക് കഴിയുമോ
ഇറ്റ് മസ്റ്റ് ഹാവ് ആൻ ഫിലോസഫിക്കൽ ഔട്ട്ലുക്ക്. വാട്ട് ഈസ് ഹ്യൂമൻ ബീയിങ് എന്ന ചോദ്യത്തിന് നമുക്കൊരു താത്വികമായ ഉത്തരവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ പൊളിച്ചെഴുതാൻ പറ്റൂ. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് രാവിലെ ഗുരുവിടെ കോട്ട് ചെയ്യുകയുണ്ടായി. ഞാൻ എന്നേക്കാൾ കുറഞ്ഞൊരു മനുഷ്യൻ ലോകത്തുണ്ടെന്ന് വിചാരിക്കുന്നില്ല, എന്നേക്കാൾ കൂടിയവനും. ഇതാണ് എൻ്റെ സംഭവം. അതങ്ങനെ ഒരു സോഷ്യൽ ഡെമോക്രസിയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു ഇമാജിനേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സൊസൈറ്റി ഫൈബർ ഡെമോക്രാറ്റിക് അല്ല എങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഡെമോക്രാറ്റിക് ആവില്ല. പിണറായി വിജയന് മാത്രം ജനാധിപത്യവാദിയാകാൻ പറ്റില്ല. കൗശലക്കാരായ ജാതി ജീവിതമുള്ള നമ്മളും ജനാധിപത്യവാദിയായാലേ കേരളം ഭരിക്കുന്നവനും ജനാധിപത്യവാദിയാകും. അപ്പം ഇങ്ങനെ ഒരു പുതിയൊരു ഇമാജിനേഷൻ, അതിനകത്ത് എല്ലാവർക്കും ഇടമുള്ള, എല്ലാവർക്കും ഇക്വാളിറ്റി, ഒരു സമഭാവന ഉൽപ്പാദിപ്പിക്കുന്ന, സാഹോദര്യം, മൈത്രി ബന്ധം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഭാവന ചെയ്യുകയും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി വാദിക്കുന്നവരായി മാറുന്നത്. ഇപ്പം ഞാൻ ദളിതർക്ക് വേണ്ടി വാദിക്കാം, അത് സണ്ണി എടുത്തോട്ടതാണ്. ബാക്കിയുള്ളവർക്ക് വേറെ വലിയ വലിയ കാര്യങ്ങൾ പറയാമല്ലോ. ഇതെന്തോ മോശം കാര്യമാണെന്ന്. എന്ത് മോശം? നൂറ്റാണ്ടുകളായി ഒരു ജനതയെ അടിച്ച് തകർത്ത് തരിപ്പണാക്കിയിട്ട് അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന സാമൂഹിക വിരുദ്ധരാണ്, ആന്റി സോഷ്യൽ ആണ് ഇന്ത്യൻ ഇന്റലക്ച്വൽസ്. അതറിയാം എന്താണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ഇമാജിനേഷൻ ഒരു പൊളിറ്റിക്കൽ ഇമാജിനേഷനായി മാറുമ്പോൾ ഏത് തരം ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യ എന്നാണ് ഉത്തരം. ആ ജനാധിപത്യത്തിൻ്റെ കാതൽ നമ്മൾ എവിടെ അന്വേഷിക്കണമെന്ന് ചോദിച്ചാൽ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി എന്നീ മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത്. അവിടെ സെക്രട്ടേറിയറ്റിൽ ജനാധിപത്യം ആരും അന്വേഷിച്ച് പോകണ്ട. നമ്മൾ ഇവിടെ ഇരുന്ന് അന്വേഷിക്കണം. വീട്ടിൽ കൂട്ടുകാർക്കിടയിൽ ഈ കലാലയത്തിനുള്ളിൽ ജനാധിപത്യ മൂല്യം പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മളത് ഏറ്റെടുക്കാത്തത്? നമുക്ക് ജാതി ജീവിതമുള്ളതുകൊണ്ടാണ് നമ്മളത് ഏറ്റെടുക്കാത്തത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ടോണി മോറിസന്റെ പ്രധാനപ്പെട്ട ഒരു മെറ്റഫറുണ്ട് അവർ ഉപയോഗിക്കുന്നത്. അവർ പറയുന്നത് ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, അത് ഗ്ലാസ് പോലെയാണ്. എനിക്കും രാമനുണ്ണി എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. ഞങ്ങൾക്കിടയിൽ ഇപ്പം നിങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു ഗ്ലാസ് വെച്ചാലും നിങ്ങളൊന്നും കാണിയാൽ. അപ്പോൾ സണ്ണി എന്തിനാ അവിടെ? സണ്ണി വന്ന് ഇങ്ങോട്ട് ഇരുന്നാൽ പോരെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, തല പൊട്ടും അവിടെ വന്നാൽ. ഞാനങ്ങ് നടന്നു ചെന്നാലേ തല പൊട്ടി ഞാൻ വീഴും. അല്ലെങ്കിൽ രാമനുണ്ണി ഇങ്ങോട്ട് കയറി വന്നാൽ അദ്ദേഹത്തിന് തല പൊട്ടി വീഴും. ഇതാ അതിൻ്റെ കാര്യം. ഇൻവിസിബിൾ ആയിട്ടുള്ള വിലക്കുകളുടെ വലിയ സാമ്രാജ്യമാണ് ഇന്ത്യയെന്ന് നമ്മൾ അറിയണം. അത് പറയുമ്പോൾ ഇവന് ഭൂതക്കണ്ണാടി വെച്ചാണോ ജാതി കണ്ടുപിടിക്കുന്നത്? ഒരു മാന്യൻ കേരളത്തിൽ എന്നെക്കുറിച്ച് പറഞ്ഞു, ഭൂതക്കണ്ണാടി വെച്ച് ജാതി കണ്ടുപിടിക്കുന്ന ഒരാളാണ് സണ്ണി എന്ന് നിരീശ്വരവാദികളുടെ അപ്പോസ്തൽ എന്ന് വേണേൽ വിളിക്കാം. പുള്ളി പറയുന്ന അതാ. നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ച് നടക്കുക ജാതി. അതല്ല, കാസ്റ്റ് ഇൻവിസിബിൾ ആണ്. കാസ്റ്റിൻ്റെ പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ്, നമ്മളത് മനസ്സിലാക്കണം. അപ്പം നമുക്കൊരു ഇമാജിനേഷൻ കെട്ടിപ്പടുക്കണം. നമ്മൾ അവരെ എതിർത്തോണ്ടിരുന്നാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യാനാണ് ഇയാളെ കൂട്ടി വെച്ചേക്കണേ? നമ്മൾ ഈ ആൾക്കാരെ കൂട്ടി വെച്ചിരിക്കുന്നത് ഏത് ഇന്ത്യ നിർമ്മിക്കാനാണ്? ഈ RSSകാരെ എതിർക്കാനാണോ? വെട്ടിച്ചാകാനാണോ നമ്മൾ ആളെ കൂട്ടിയേക്കണേ? നമുക്കൊരു ഇന്ത്യ നിർമ്മിക്കണമെന്ന് നമുക്ക് തോന്നണം. അതിൻ്റെ ഒരു ഇമാജിനേഷൻ സമൂഹത്തിലേക്ക് പടർത്താൻ നമുക്ക് തോന്നണം. അത് സ്നേഹത്തിലും മൈത്രിയിലും അധിഷ്ഠിതമായ ഒരു സമൂഹ സങ്കല്പമായിരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഡെഡായിട്ടുള്ള അവസ്ഥയെ മറികടക്കാൻ പറ്റൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചെറിയ കാര്യം സണ്ണി പറഞ്ഞതിനോട് കൂടി ചേർക്കുന്നതാണ്. ഈ മെറിറ്റോക്രസിയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഈ തന്ത്രിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ വളരെ രസകരമായ ഒരു അനുഭവം നമുക്കുണ്ടായില്ലേ? അതായത് ഈ ഒരു കേസിൽ ശബരിമല തന്ത്രിയെ നമ്മുടെ ജസ്റ്റിസ് പരിപൂർണൻ വിളിപ്പിക്കുന്നു. അദ്ദേഹത്തോട് ഗായത്രി മന്ത്രം അറിയാമോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന് ഒരു മന്ത്രവും അറിയില്ല. ജസ്റ്റിസ് പരിപൂർണൻ അവസാനം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഒന്നും അറിയില്ല. അപ്പോൾ ഈ ജനിച്ചു വീണ ഒരു കുലത്തിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ട് ഈ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് മെറിറ്റോക്രസിയെ കുറിച്ച് സംസാരിക്കുന്നവർ, ഈ മെറിറ്റാണ്, മെറിറ്റ് തകർക്കപ്പെടുന്നു, സംവരണം മെറിറ്റിനെ തകർത്ത് കളയുന്നു എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയുന്നവർ ഈ
സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് റിസർവേഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഒരു പ്രശ്നവുമില്ല. അതുവരെ മെറിറ്റ് പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്നവര് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക ജാതിക്കാർക്ക് റിസർവേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മെറിറ്റ് പ്രശ്നമല്ലാതായി മാറി. അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ചർച്ച അവസാനിക്കുന്നില്ല. ഒരുപാട് ഇഷ്യൂസ് റേസ് ചെയ്യാനുണ്ട് എന്നറിയാം. പക്ഷേ നമ്മുടെ അടുത്ത സെഷന്റെ റിസോഴ്സ് പേഴ്സൺസ് ഏകദേശം 3/4 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഇന്നത്തെ ഈ വേദി സമ്പുഷ്ടമാക്കിയ ജോണി സാറിനും സണ്ണി സാറിനും ACLF 2ാം പതിപ്പിന്റെ ഓർഗനൈസേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിർത്തുന്നു.